എല്ലാവർക്കും നമസ്കാരം. നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസിലേക്കും അതുപോലെ തന്നെ നാളത്തെ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ വിവരിക്കുന്ന വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ശനിയാഴ്ച ഇന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ട്രേഡിംഗ് പ്ലാൻ ശനിയാഴ്ച അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ നിഫ്റ്റിയുടെ ലെവൽസ് ഇങ്ങനെയായിരുന്നു നിഫ്റ്റിയുടെ ലെവൽസ് ഉണ്ടായിരുന്നത്. ഇന്ന് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നിഫ്റ്റി. ശേഷം മുകളിലോട്ടൊന്ന് കയറിയിട്ട് ട്രെൻഡ് താഴോട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു വന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ഒരു ലെവൽസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ ട്രേഡ് ആദ്യം ഞാൻ പ്ലേസ് ചെയ്യുന്ന ട്രേഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 5 മിനിറ്റ് 3 മിനിറ്റ് ക്യാൻഡിലുകളെ നിലനിർത്തിക്കൊണ്ട് രണ്ടാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഞാൻ ആദ്യത്തെ ട്രേഡ് പ്ലേസ് ചെയ്യാം. തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് മുകളിലോട്ട് തന്നെ, അതായത് ഇപ്പോൾ മുകളിലോട്ടാണോ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ മുകളിലോട്ടാണ് സൂചിപ്പിച്ചത് അല്ലേ. രണ്ടാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും എല്ലാം ആദ്യത്തെ ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയെങ്കിൽ ഡയറക്ഷൻ മുകളിലോട്ടാണ്. തരുന്ന ഡിക്ലൈനിൽ ആ ഒരു ഡിസ്കൗണ്ടിൽ നിന്ന് എൻട്രി എടുത്തതാണെങ്കിൽ എളുപ്പം നമുക്കൊരു 100-150 പോയിന്റ്സ് ടാർഗറ്റ് പിടിച്ചിട്ട് എക്സിറ്റ് ആവാൻ പറ്റുമായിരുന്നു. ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നിട്ടുണ്ട്, എക്സിറ്റ് ആവാൻ പറ്റുമായിരുന്നു. അതിൽ നിന്ന് തന്നെ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് റിജക്ഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലെവലിന്റെ അടുത്തുനിന്ന് ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരികയാണെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ട്രേഡ് ഓപ്പൺ ആവും, ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് എടുക്കാൻ സാധിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുന്ന് ഒരു പുട്ട് ഓപ്ഷൻ എടുത്ത് വീണ്ടും നമുക്ക് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ ടാർഗറ്റ് ഡേയ്സ് ലോ ആണ്. പിന്നീട് ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് താഴെയുള്ള ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ നിഫ്റ്റി അവസാനമായിട്ട് വന്ന് നിന്നത് 23,132 എന്ന ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള റിജക്ഷന്റെ ലെവലിലാണ്. അതിന് മുൻപെല്ലാം പലയിടത്തു നിന്നും ചെറിയ ചെറിയ സപ്പോർട്ടുകളായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ ലെവൽസ് എല്ലാം റെസ്പെക്ട് ചെയ്തിട്ടാണ് താഴോട്ട് വന്നിട്ടുള്ളത് അല്ലേ. ഈ ഒരു പോയിന്റിൽ ഇവിടെ നിന്നാണേലും എല്ലാം റെസ്പെക്ട് ചെയ്തിട്ട് ഏറ്റവും അവസാനം വന്നു നിന്നത് 23,132 എന്ന റിജക്ഷന്റെ ലെവലിൽ. അതിനുശേഷം പ്രൈസ് ഒന്ന് കൺസോളിഡേറ്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ആയി. അപ്പൊ ഇന്ന് നോക്കുകയാണെങ്കിൽ രാവിലെ നല്ലൊരു കോൾ ഓപ്ഷനും അതിനുശേഷം ഒരു പുട്ട് ഓപ്ഷനുമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി സെൻസെക്സിലെ ലെവൽസ് രേഖപ്പെടുത്തിയിട്ട് നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു സെൻസെക്സിലെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസ്. ഇതിലും സെൻസെക്സിലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും ക്യാൻഡിലൊക്കെ ഏത് ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു ആ ഡയറക്ഷനിലേക്കായിരിക്കും തരുന്ന ഡിസ്കൗണ്ടിൽ നിന്നും ഞാൻ എൻട്രി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ പ്ലാൻ. അതങ്ങനെയെങ്കിൽ മുകളിലോട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ അവസാനമായിട്ടും ഈ ഒരു ലെവൽ 77,437 എന്ന റിജക്ഷൻ, ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള റിജക്ഷന്റെ ലെവലിൽ നിന്നും ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു. അവിടുന്ന് സുഖമായിട്ട് കോൾ ഓപ്ഷൻ നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് തന്നെ എക്സിറ്റ് ആയിട്ട് ഒരു പുട്ട് ഓപ്ഷനിലേക്ക് നമുക്ക് നോക്കാമായിരുന്നു. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് ഡേയ്സ് ലോ വെച്ചിട്ട് താഴോട്ട് തന്നെ ട്രേഡ് ചെയ്യാം. ഡേയ്സ് ലോയും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. സെൻസെക്സ് നിഫ്റ്റി പോലെ തന്നെ സെൻസെക്സ് നേരെ താഴോട്ട് വന്നിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലിലാണ്. അവിടെ സപ്പോർട്ട് എടുത്ത് കൺസോൾട്ടേറ്റ് ആയിട്ട് മാർക്കറ്റ് ക്ലോസ് ആയി. അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നമുക്ക് സ്വന്തമായിട്ടും പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കാൻ സൂപ്പർ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. നല്ല പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ശനിയാഴ്ചത്തെ അനാലിസിസ് പ്രകാരം ഇന്നത്തെ ട്രേഡ് എടുത്തതിന്റെ വിശേഷം. നിഫ്റ്റിയിലെ എൻ്റെ നാളത്തെ പ്ലാന് എങ്ങനെയാണ്? ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ ഫ്ലാറ്റ് ഓപ്പണിങ്ങോ എന്തുമാവട്ടെ, ഓപ്പണിങ്ങിൽ 3 മിനിറ്റിൻ്റെയോ 5 മിനിറ്റിൻ്റെയോ ക്യാൻഡിൽ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ ഓപ്പൺ ആയി ക്ലോസ് ആയതിനു ശേഷം രണ്ടാമതോ മൂന്നാമതോ വരുന്ന ക്യാൻഡിൽ ഏത് ഡയറക്ഷനിലേക്ക് സൂചിപ്പിക്കുന്നോ ആ ഡയറക്ഷനിലോട്ടായിരിക്കും തരുന്ന ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യുക. മേ ബി അത് മുകളിലോട്ടാവാം അല്ലെങ്കിൽ താഴോട്ടാവാം. ഇഫ് മുകളിലോട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നു, രണ്ടാമത്തെ മൂന്നാമത്തെ ക്യാൻഡിൽ മുകളിലോട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നാളത്തെ ദിവസത്തിൽ അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഹൈ ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. പിന്നെ വരുന്ന ടാർഗറ്റ് 23,276, 23,293, 23,339 എന്നിങ്ങനെയുള്ള ലെവൽസ് ഇങ്ങനെ മുകളിലോട്ട് ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. ഏത് ലെവലിന്റെ
ലെവലിൽ ടച്ച് ആയിട്ടാണോ ഇല്ലെങ്കിൽ ഏത് ലെവലിന്റെ അടുത്ത് നിന്നാണോ ഒരു റിജക്ഷൻ വരുന്നത് അവിടെ നിന്ന് ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് പുട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യും. ഇനി ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് ഡയറക്ഷൻ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ തരുന്ന ഡിസ്കൗണ്ടിൽ എൻട്രി എടുത്ത് ഞാൻ താഴോട്ട് തന്നെ ട്രേഡ് എടുക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് നാളെ ആ ഒരു സമയം വരെ ക്രിയേറ്റ് ചെയ്ത ലോ ആയിരിക്കും എൻ്റെ ആദ്യത്തെ ടാർഗറ്റ്. പിന്നീട് ഈ താഴോട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ് എല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. 23,115, 23,071, 23,402, 22,994 അങ്ങനെ ഈ താഴോട്ടുള്ള ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ ഞാൻ ഈ തിക്കായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ലെവൽസ്, അതായത് 23,071, 22,941 ഇവയെല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകളായിട്ട് ആക്ട് ചെയ്യും. നിഫ്റ്റിയില് പ്ലാൻ ഇങ്ങനെയാണ്. ഇനി സെൻസെക്സിലാണെങ്കിൽ നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്യാപ്പ് അപ്പോ ക്യാപ്പ് ഡൗൺ എന്ത് വേണേലും തന്നോട്ടെ. തന്നു കഴിഞ്ഞാൽ ഇപ്പൊ മുകളിലോട്ടാണെങ്കിൽ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നത് മുകളിലോട്ടാണെങ്കിൽ ഡിസ്കൗണ്ടിൽ എൻട്രി എടുക്കും. അപ്പോൾ അതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ ആദ്യ ടാർഗറ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് മുകളിലോട്ട് ട്രേഡ് ചെയ്യും. ആദ്യത്തെ ടാർഗറ്റ് മീൻസ് ആ ഒരു ക്രിയേറ്റ് ചെയ്ത ഹൈനെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മുകളിലോട്ടുള്ള ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളാക്കി വെച്ച് ഞാൻ മുകളിലോട്ട് തന്നെ ട്രേഡ് ചെയ്യും. അപ്പൊ ഏത് ലെവലിൽ നിന്നാണോ ഒരു റിജക്ഷൻ ക്യാൻഡിൽ വരുന്നത് അവിടെ നിന്ന് ഞാൻ കോൾ ഓപ്ഷൻ എക്സിറ്റ് ആയി പുട്ട് ഓപ്ഷനിൽ ട്രേഡ് എടുക്കും. എന്നിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യും. ഇനി ഓപ്പണിങ്ങിൽ നമുക്ക് താഴോട്ടാണ് ഓപ്പർച്യൂണിറ്റി തരുന്നതെങ്കിൽ, ഡയറക്ഷൻ താഴോട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ താഴോട്ട് ഡിസ്കൗണ്ടിൽ നിന്നും എൻട്രി എടുത്ത് ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ആ ഒരു ലോ ആയിരിക്കും ആദ്യ ടാർഗറ്റ്. പിന്നീട് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലെവലുകളെല്ലാം ടാർഗറ്റുകളായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ സെൻസെക്സിൽ 75,572 നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്തേക്കാം. അപ്പോൾ ഇതൊക്കെയായിരിക്കും താഴോട്ടുള്ള എൻ്റെ ടാർഗറ്റുകൾ. അപ്പൊ ഇനി നമുക്ക് നാളെ നിഫ്റ്റിയും സെൻസെക്സിലും ഞാനിപ്പോൾ ഈ പറഞ്ഞ ലെവൽസ് എങ്ങനെ പെർഫോം ചെയ്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നാളെ വൈകുന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് ഇന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഷാർപ്പായിട്ട് തന്നെ നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ച് ട്രേഡ് ചെയ്യാൻ സഹായിച്ചിട്ടുമുണ്ട്. അപ്പൊ ഇന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ലെവൽസ് നാളേക്ക് എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടെലഗ്രാം കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിനെല്ലാം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.